ഹായ് എവ്രി വൺ, വെൽക്കം ടു ടെക്കീസ് ഹോബീസ്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത് അൻസയുടെ ഫുട്ബോൾ ബൂട്ട്സ് ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ന്യൂ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ന്യൂ ക്യാമ്പ് സ്പോർട്സ് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. അവർ കേരളത്തിലാണെങ്കിലും എനിക്ക് ബാംഗ്ലൂരിക്ക് കൊറിയർ ചെയ്ത് തന്നു. സോ ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അൻസയുടെ ബൂട്ട്സാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. ഓക്കെ, സോ ആൻഡ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. ഇറ്റ് ഈസ് അറൗണ്ട് 1000 റുപ്പീസ് എനിക്ക് വന്നിട്ടുള്ളൂ ഈ ബൂട്ട്സിന്. ആൻഡ് ഇത് ടർഫിൽ കളിക്കാൻ പറ്റുന്ന ബൂട്ട്സാണ്. ആൻസയുടെ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഷൂസ്. കണ്ട ഭയങ്കര കളർഫുൾ ആൻഡ് ഒരു നൈസ് ഷെയ്ഡും ക്വാളിറ്റിയുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞല്ലേ, നല്ല ചീപ്പ് ആണ്. 1000 റുപ്പീസിന് ഡിക്കാത്തലോണിൻ്റെ ബേസിക് ടർഫ് ബൂട്ട്സ് എനിക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആൻഡ് കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനും. അങ്ങനത്തെ ടർഫ് ബൂട്ട്സ് കിട്ടി. അതിൻ്റെ സോളാണെങ്കിൽ നല്ലതാണ്, റബ്ബറിൻ്റെ സോളാണ്. സോ ഓവറോൾ ഐ ഫീൽ ഇറ്റ് ഈസ് ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് ഓവറോൾ. ഓക്കെ, ഇതിൻ്റെ പോസിറ്റീവ്സ് ആണിത്. നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഇത് വരുന്ന പാക്കേജിങ് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പാക്കേജിങ് ആണ്. ന്യൂ ക്യാമ്പുകാർ ഇങ്ങനത്തെ ഒരു ബാഗ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. ബട്ട് സ്റ്റിൽ ഒരു ഹാർഡ് കേസ് അല്ലെങ്കിൽ ഒരു ബോക്സിലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ചുളിവൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കണ്ടോ ഇവിടെ ചുളിവ്, അത് ഇട്ടിട്ട് ശരിയാവായിരിക്കും. പക്ഷേ അങ്ങനത്തെ ഒരു സോഫ്റ്റ് പാക്കേജിങ് ആയതുകൊണ്ട് ഷൂവിൽ ഒരു ചുളിവൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് അത്ര വലിയൊരു സംഭവമല്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവിൽ ഒരു മേജർ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അത് ഊരി കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇവിടെ എന്തോ ഒരു ഫിനിഷിങ് കുറവുണ്ട്, ആസ് ഇൻ ഒരു ഒട്ടലുണ്ട്. ഐ തിങ്ക് ഇത് ഹോള് ചെയ്തതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഇത് ആയിട്ട് അതൊന്ന് കഴുകിയൊക്കെ റെഡിയാക്കിയാൽ ശരിയാവുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് അത്ര കുറവാണെങ്കിൽ ഈ പേസ്റ്റിങ്, ഈ വെള്ള സാധനം പേസ്റ്റ് ചെയ്തത് അത്ര തന്നെ ശരിയായിട്ടില്ല. അപ്പോൾ ക്വാളിറ്റി ചെക്ക് കുറച്ച് മോശമാണ്. ഓക്കെ, അതാണ് എനിക്കിതിലെ ആകെയുള്ള ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി ഉള്ളിടത്തെ പേസ്റ്റിംഗ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഉള്ളിലുള്ള പേസ്റ്റിങ് ഇവിടെയൊക്കെ ഈ ഉൾഭാഗത്തൊക്കെ ഒരു ഒട്ടലുണ്ട് കണ്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് ഒരു നെഗറ്റീവ് ആകെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി ഇവിടെയൊക്കെ ഒരു കുഷനൊക്കെ ഉണ്ട്, നല്ലതാണ് ഓവറോൾ. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്യണ പൈസയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് റിയലി ഗുഡ്. കണ്ടോ ക്വാളിറ്റി ഓവറോൾ നോക്കുമ്പോൾ നന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ബൂട്ട്സിൻ്റെ എക്സ്റ്റീരിയറും ഇതൊക്കെ നല്ലതാണ്. ഇത് പിന്നെ നമ്മൾ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യില്ല. ഫൈൻ, അത് നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്താൽ ബാക്കിയൊക്കെ പ്രിറ്റി ഗുഡ്. ഇനി എനിക്ക് അറിയേണ്ടത് ഇത് എത്ര ലാസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഇതും കൂടി അറിഞ്ഞാൽ മതി. ബാക്കി റെസ്റ്റ് ഈസ് വെരി ഗുഡ്. പിന്നെ ഞാൻ ന്യൂ ക്യാമ്പ് സ്പോർട്സിൽ നിന്ന് ഒരു ജേഴ്സി കൂടിയും വാങ്ങിയിരുന്നു. അതുപോലെ ഈ സോക്സ് 2 ഫുട്ബോൾ സോക്സ് വാങ്ങിയിരുന്നു. ഈ സോക്സിന് ഐ തിങ്ക് 125 എന്തോ ആണ്. പിന്നെ ജേഴ്സി ഐ തിങ്ക് 370 അറൗണ്ട് 400 റുപ്പീസിൻ്റെ ജേഴ്സിയാണ്. ആ ജേഴ്സിയും കൂടി ഞാൻ ഇട്ട് അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള റിവ്യൂവും കൂടിയും പറയാം. ഓൾറൈറ്റ്, അപ്പോൾ ജേഴ്സി ഇതാണ്. ആക്ച്വലി റെട്രോ ജേഴ്സി എന്ന് പറയും. ആൻഡ് ഇവിടെ ത്രെഡ് എന്താ പറയുക സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും ഈ ഇതൊക്കെ എന്താ പറയുക ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഇതാണ്, അല്ലാണ്ട് പ്രിൻ്റ് അല്ല. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് കൂടുതലാണ്. 5 സ്ലീവ് എന്ന് പറയും. അപ്പോൾ 5 സ്ലീവ് റെട്രോ ജേഴ്സി മാൽദീനിയാണ് ബാക്കിൽ. ഞാനത് സ്റ്റാൻഡിൽ വെച്ചിട്ട് കുറച്ച് ദൂരം നിന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ജേഴ്സിയുടെ
ഞാൻ ലാർജ് സൈസാണ് മേടിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് പ്രെറ്റി കംഫർട്ടബിൾ ആൻഡ് നല്ല ക്വാളിറ്റി ഉണ്ട് ജേഴ്സി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ജേഴ്സി എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഇത് അത്യാവശ്യം ലൂസാണ്. ആൻഡ് ദിസ് ഇസ് പ്രെറ്റി ഗുഡ്. ആൻഡ് ബൂട്ട്സും കൂടി ആയിട്ടുള്ള ഫുൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, റൈറ്റ്? ആൻഡ് ഐ റിയലി ബൂട്ട്സ് കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ. മെയിൻ ഫാക്ടർ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ബൂട്ട്സ് ഇടണമെന്നാണ്. മറ്റേ ഭയങ്കര ഇവിടെയൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ബൂട്ട്സ് ഇട്ടിട്ട് കളിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ വേണമെന്നാണ്. ഞാൻ 1 സൈസ് ഷൂസ് മേടിക്കുന്നതായിട്ട് 1 സൈസ് ഡൗൺ ആണ് ബൂട്ട്സ് മേടിക്കാറ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓവറോൾ it is a good buy in my opinion. So I hope you guys like the video. If you do, please like, share and subscribe. Thank you. Bye.